ദേശീയ ആരോഗ്യ മിഷൻ എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തി. താരേക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം വി.കെ. ശ്രീകണ്ഠൻ എം.പി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ 100-ലധികം സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും പാലക്കാട് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാവും? എല്ലാവരും താൽക്കാലികമാണ് അല്ലേ? കരാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെയല്ലേ? സ്ഥിരം ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കരാർ നിങ്ങൾക്ക് എന്ത് വേണം? എന്താ വേണ്ടി കരാർ റദ്ദാക്കണമെന്നോ? എന്താ ജോലി സ്ഥിരാക്കണമെന്നല്ലേ? അപ്പോൾ നമുക്ക് കേരള PSCയും UPSCയും ഒക്കെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. കാലാവധി തീരുന്ന സമയത്താണ് നെട്ടോട്ട് ഓടുന്നത്. കാരണം ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തില്ല, അവർക്കൊന്നും നിയമനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വ്യാപകമായ പരാതി. ഈ സർക്കാർ മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയത് യുവജനങ്ങളുടെയാണ്. എന്താണ് കാര്യം? പഠിച്ച് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം നേടി തൊഴിൽ ലഭിക്കാതെ അവർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അപ്പോൾ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല തൊഴിൽ ലഭിച്ച് നല്ല കഠിനാധ്വാനം നടത്തി ജീവിക്കണം എന്നാണ്. അതൊരു പോസിറ്റീവ് സൈഡാണ് അല്ലേ? ഒരു ജോലി എടുക്കേണ്ട കഴിയുന്നല്ലോ, ജോലി ചെയ്യണം, അത് കഠിനമായ ജോലി ചെയ്യാൻ റെഡിയാണ്. അതിന് സർക്കാരിന്റെ സംവിധാനത്തിലേക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ് യുവതലമുറ. പി.കെ. സൂരജ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സി. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് S.K. അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി. N. മുരളീധരൻ, സതീഷ് കുമാർ, വൈശാഖ്, സബീന, അനുജ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. ഡോക്ടർ R. സാന്ദ്ര സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി തോമസ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.